അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ മുൻകൂട്ടി പഠിച്ചു തുടങ്ങാം. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ pH അല്ലെ, സ്ലൈറ്റ്ലി ഒരു ആൽക്കലൈൻ pH ആണ് WBCസിന്റെ ലൂക്കോസൈഡ്സ് എന്നും. അപ്പൊ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരൊരു ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബ്ലഡിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? കുറെ എക്സാംസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ November 27 നമ്മുടെ LSGD എക്സാം ഉണ്ട്. പിന്നെ നമ്മൾ MPharm കഴിഞ്ഞിട്ടുള്ളവരും അതുപോലെ PharmD കഴിഞ്ഞിട്ടുള്ളവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിക്കൊക്കെ പഠിക്കുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കാരണം അതിന്റെ സിലബസ് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല. സോ മുന്നേ പഠിച്ചു തുടങ്ങുക. അതായത് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ളിൽ ഉള്ള ആൾക്കാർ, അതായത് എനിക്ക് ആ ഒരു പോസ്റ്റിൽ കയറി പറ്റണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ മുൻകൂട്ടി പഠിച്ചു തുടങ്ങാം. അപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നത് എന്താണ് നമുക്കറിയാം അല്ലെ, RBC. സോ കുറച്ചു പേർക്കെങ്കിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലെ, ബ്ലഡ് ഉണ്ട്, അതുപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമ്മുടെ ലിംഫാണ് അതിനകത്ത് വരുന്ന ഫ്ലൂയിഡ്. സോ 2 ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടും ബ്ലഡുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എടുക്കുകയാണെങ്കിൽ സെല്ലിൽ നിന്ന് തുടങ്ങി പിന്നെ നമ്മുടെ ബോഡി ഹോമിയോസ്റ്റാസിസ്, ദ റിസപ്റ്റേഴ്സ്, സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് അവിടെ തുടങ്ങി പിന്നെ നമ്മുടെ ഓർഗൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോഴത്തേക്കും ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെമറ്റോളജി. ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു ദിസ് ബ്ലഡ് ആൻഡ് ഓൾ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ കോമ്പോസിഷനും ആ ബ്ലഡ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. സോ ആ കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ നമുക്കറിയാം ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു കാറ്റഗറി വരുന്നുണ്ട്. സോ ദിസ് ബ്ലഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് ഒരു കണക്ഷൻ ആണ് അല്ലെ, ഒരു പാർട്ടിനെ വേറൊരു പാർട്ടായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? കുറെ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ന്യൂട്രിയൻസ്. സോ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദിസ് ബ്ലഡ് അല്ലെ. അപ്പോ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് കംസ് അണ്ടർ ദ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് എ ലിക്വിഡ് മെട്രിക്സ് കോൾഡ് പ്ലാസ്മ. അതായത് ഈ ബ്ലഡിനകത്ത് തന്നെ എന്തുണ്ട്, ഒരു ഫ്ലൂയിഡ് പാർട്ടും ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലൂയിഡ് പാർട്ടും ഉണ്ട്, അതുപോലെ നമ്മുടെ സെൽസിന്റെ ഒരു പാർട്ടും ഉണ്ട്. സോ ദ മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ് ഏതൊക്കെയാണ്? ആ 2 കമ്പോണൻസ്, അതായത് പ്ലാസ്മ ആൻഡ് ദി ഫോംഡ് എലമെന്റ്സ്. ഫോംഡ് എലമെന്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. So these are the 2 important components. So നമുക്കറിയാം ബ്ലഡ് ഒരു ഫ്ലൂയിഡ് ടൈപ്പ് ആണ് അല്ലെ. സോ that fluid component is known as the plasma and the remaining components are known as the formed elements or the blood cells. നമ്മുടെ RBCs, WBCs, platelets ഒക്കെ വരുന്നത് അതിനകത്താണ്. ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മുടെ ഓക്സിജൻ നമുക്കറിയാം റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ ഓൾ ദീസ് ട്രാൻസ്പോർട്ടേഷൻസ് ആർ ഹാപ്പനിങ് ത്രൂ ദ ബ്ലഡ്. സോ ഓക്സിജൻ, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ്, എന്തെങ്കിലും കമ്പോണൻസ് ആയിക്കോട്ടെ. സോ അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാത്തിനെയും ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ബ്ലഡ് ആണ്. നെക്സ്റ്റ് ഇസ് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക അല്ലെ, അതുപോലെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെ? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള സെൽസ് ആണ് WBCs അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ് ഓർ ലൂക്കോസൈറ്റ്സ്. സോ അവര് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം എൻ്റർ ചെയ്യുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ വി ക്യാൻ സെറ്റ്
we can say that this blood helps in the protection, blood helps in fighting against this kind of infectious agents. So അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ കൂടി ബ്ലഡിനുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബ്ലഡ് നമ്മുടെ ബോഡി വെയ്റ്റിന്റെ ഏകദേശം ഒരു മെജോറിറ്റി ഒരു പ്രൊപ്പോർഷനും എന്താണ്, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദിസ് ബ്ലഡ്. അതുപോലെ അഡൽട്ട് മെയിലില് ഏകദേശം എത്രയുണ്ട്, 5 to 6 liters ഓഫ് ബ്ലഡ് ആണ് വരിക അഡൽട്ട് മെയിലില്. ഓക്കെ, ദെൻ അഡൽട്ട് ഫീമെയിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു 4 to 5 liters ആണ് ബ്ലഡ് കോമ്പോസിഷൻ വരിക. ഇനി ഒരു ഇൻഫന്റിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കേസിൽ എന്താണ്, 80 ആണ് വരിക, 80 ml per kilogram of body weight in case of infants. Okay, അപ്പോൾ അഡൽട്ട് മെയിൽ ഒരു 5 to 6 liters, ഫീമെയിൽ 4 to 5 liters ആൻഡ് അഡൽട്ട് അല്ല ഇൻഫൻസിന്റെ കേസിൽ 80 ml per kg. ഇനി അടുത്തത് എന്താണ്, ഇതിന്റെ പി എച്ച് അല്ലെ, സ്ലൈറ്റ്ലി ഒരു ആൽക്കലൈൻ പി എച്ച് ആണ്, 7.35 to 7.45 ആണ് ഇതിന്റെ ഒരു പി എച്ച് വരിക. നമുക്കറിയാം പി എച്ചിന്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ ഇറ്റ്സ് അസിഡിക്, 7 ന്യൂട്രൽ ആണ്, അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് ആൽക്കലൈൻ അല്ലെ. സോ പി എച്ച് 7.35 to 7.45 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കുക. ടോട്ടൽ ബ്ലഡ് വോളിയം ഇൻ കേസ് ഓഫ് അഡൽട്ട് മെയിൽ ആൻഡ് അഡൽട്ട് ഫീമെയിൽ, അതുപോലെ ഇൻഫൻസിന്റെ കേസിൽ, പിന്നെ പി എച്ച്, ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ കോമ്പോസിഷനിലേക്ക് പോവാം. 2 കമ്പോണൻസ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദ ഫ്ലൂയിഡ് പാർട്ട് ഇസ് നോൺ ആസ് ദി the fluid part is known as the plasma. Plasma is the fluid part that is 55% of the blood. നമുക്കറിയാം ബ്ലഡ് കാണുമ്പോൾ തന്നെ ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിന്റെ മെജോറിറ്റി ഭാഗം ആരാണ്, പ്ലാസ്മയാണ്. 55% പ്ലാസ്മയാണ് വരിക. പിന്നെ 45% ആണ് ഫോംഡ് എലമെന്റ്സ്. ദെൻ അതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ടും WBC RBCs ഒക്കെയാണ് വരുന്നത്. സോ ഇത്രയാണ് ഒരു മെയിൻ ആയിട്ട് നമുക്ക് ബ്ലഡിന്റെ 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്. പ്ലാസ്മ, ദാറ്റ് ഇസ് 55% ഓഫ് ദ ബ്ലഡ് ഇസ് plasma, and the 45% is the formed elements, that is red blood cells, white blood cells, platelets, etc. ഇനി റെഡ് ബ്ലഡ് സെൽസിന് പറയുന്ന വേറെ പേര് എന്താണ്, എറിത്രോസൈറ്റ്സ്. ഓക്കെ, അതുപോലെ WBCസിന് നമ്മൾ പറയുന്നത് ലൂക്കോസൈറ്റ്സ്, ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ദി ത്രോംബോസൈറ്റ്സ്. ഓക്കെ, എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ കണ്ടീഷൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലൈക്ക് ലുക്കീമിയ, ലൂക്കോപീനിയ, അതുപോലെ ത്രോംബോസൈറ്റോപീനിയ. സോ അത് എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. RBCസിന് എറിത്രോസൈറ്റ്സ് എന്നും WBCസിന് ലൂക്കോസൈറ്റ്സ് എന്നും പ്ലേറ്റ്ലെറ്റ്സിന് ത്രോംബോസൈറ്റ്സ് എന്നുമാണ് നമ്മൾ പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതാണ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ദ പ്ലാസ്മ ഇസ് എ പെയിൽ യെല്ലോ ലിക്വിഡ് ദാറ്റ് മേക്സ് അപ്പ് അബൌട്ട് 55% ഓഫ് ദ ടോട്ടൽ ബ്ലഡ്. ദാറ്റ്സ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അതിന് മുന്നേ ഓർക്കേണ്ടത് ഈ പ്ലാസ്മ, സെറം, ബ്ലഡ് ഇതൊക്കെ തമ്മിലൊരു ഡിഫറൻസ്. അതായത് നമ്മൾ ബ്ലഡ് വിഡ്രോ ചെയ്യാണ്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് യൂസിങ് ആന്റി കൊയാഗുലൻ, നമ്മൾ ആന്റി കൊയാഗുലൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബ്ലഡ് വിഡ്രോ ചെയ്തു, ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ബ്ലഡിൽ നിന്ന് ഒരു ക്ലിയർ ലിക്വിഡ് ഗെറ്റ്സ് സെപ്പറേറ്റഡ് ഫ്രം ദിസ് പ്ലാസ്മ. ഓക്കെ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഡീഫൈബ്രിനേറ്റഡ് പ്ലാസ്മ ഇസ് നോൺ ആസ് സെറം. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ്, സെറത്തിനകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല. നമുക്കറിയാം ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഫൈബ്രിനോജൻ, ത്രോംബിൻ, പ്രോത്രോംബിൻ. സോ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്, സെറം. ഓക്കെ, സോ പ്ലാസ്മ എന്ന് പറയുമ്പോൾ ബ്ലഡിന്റെ ഫ്ലൂയിഡ് കമ്പോണന്റ്, സോ അതിനകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ പ്ലാസ്മ, സെറം തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തോളുക. സെറത്തിനകത്ത് എന്തില്ല, ഇറ്റ് ലാക്സ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അപ്പോ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പ്ലാസ്മ ഇസ് എ പെയിൽ യെല്ലോ ലിക്വിഡ്. പിന്നെ അതിന്റെ വാട്ടർ ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വാട്ടർ എത്രയാണ്, 90 to 92% വാട്ടർ ആണ്. പ്ലാസ്മയുടെ മെജോറിറ്റി പോർഷൻ എന്താണ്, അത് വാട്ടർ ആണ്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ സോൾവെന്റ് ആൻഡ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാട്ടർ ആണ്. പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആൽബുമിൻസ്, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻസ് ആർ ദി 3 important plasma proteins present in the blood. ഓക്കെ,
These are normally retained within the blood vessels due to their size. അതായത് ഇവർ ഭയങ്കര, നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീൻസിന്റെ മോളിക്കുലർ വെയിറ്റ് ഹൈ ആണ്, ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാപ്പിലറി വാൾസിൽ കൂടി പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് വെസൽസിന്റെ ആ ഒരു പെരിഫറിയിലായിട്ട് ദേ ഗെറ്റ്സ് റീറ്റെയിൻഡ്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരൊരു ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഓസ്മോട്ടിക് പ്രഷർ കൗണ്ടറാക്ട്സ് വിത്ത് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓൾവേസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഒപ്പോസ് ചെയ്യും. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൗണ്ടറാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് എന്താണ്, ഒരു ഫ്ലൂയിഡ് ബാലൻസ് അതുവഴിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് പ്ലാസ്മ പ്രോട്ടീൻസിന് അളവ് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. പ്ലാസ്മ പ്രോട്ടീൻസിന് അളവ് കുറഞ്ഞു പോവാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഗെറ്റ്സ് ഡ്രോപ്ഡ്. ഓസ്മോട്ടിക് പ്രഷർ ഡ്രോപ്പ് ആവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അവിടെ കൂടി നിൽക്കും. അപ്പൊ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് നോൺ ആസ് എഡിമ അഥവാ സ്വെല്ലിംഗ്. ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്? ഓക്കെ, so these are very crucial for creating the osmotic pressure of the blood. So plasma proteins ന്റെ വളരെ important ആയിട്ടുള്ള ഒരു റോൾ ആണ് osmotic pressure ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. If plasma protein levels fall, fluid can move into the tissues because of the hydrostatic pressure, causing edema. Most plasma proteins except immunoglobulins are formed in the liver. Okay, immunoglobulins means the antibodies. So except this immunoglobulins, all other proteins are formed inside the liver. Clear ആണല്ലോ? So plasma proteins ഏതൊക്കെയാണ്? Albumin, globulin, fibrinogen. So this is the most abundant plasma protein present in the blood. Okay, ഏറ്റവും abundant ആയിട്ട് കാണപ്പെടുന്ന plasma protein എന്ന് പറയുമ്പോൾ ആൽബുമിൻ ആണ്. സെക്കൻഡ് പൊസിഷനിൽ globulin and after that fibrinogen. Okay, so this is all about the plasma proteins. അതും ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ ബ്ലഡിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നന്നായിട്ടൊക്കെ പഠിക്കുക എല്ലാവരും എക്സാമിന്. അപ്പൊ നമ്മുടെ ലോങ് ടേം ബാച്ചും LSDD ബാച്ചും അതുപോലെ RRB ബാച്ചും അസിസ്റ്റന്റ് പ്രൊഫസർ ബാച്ചൊക്കെ റണ്ണിങ് ആണ്. അപ്പൊ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എഡ്യൂസ് അക്കാഡമിയിലെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പൊ LSDD പഠിച്ച കുട്ടികളാണെങ്കിൽ ലൈക്ക് അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, ഇനി അവർക്ക് സമയമൊന്നുമില്ല. 1 month നിയർലി 1 month ടൈമാണ് ഇനി. ഒരു 1.5 month ആണ് അവർക്ക് കിട്ടുക. നമ്മുടെ LSDD ക്രാഷ് ബാച്ചും റണ്ണിങ് ആണ്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.